നമസ്കാരം, ഞാൻ കവിരാജ് അമ്പലപ്പുഴ. എൻ്റെ ഇന്തോനേഷ്യൻ യാത്രയിൽ മലാമിൽ നിന്നും യുബൂതിലേക്ക് പോകുന്ന വഴി യാത്രാമധ്യേ കണ്ട ചില സവിശേഷതകളാണ് ഈ എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മലാം എന്ന സ്ഥലത്തായിരുന്നല്ലോ നമ്മൾ ഇന്നലെ നിന്നതും. രാവിലെ പോയി ഡോൾഫിൻ ഹണ്ടും ചെയ്തതിന് ശേഷം 10 മണിയോട് കൂടി ഞങ്ങൾ മലാമിൽ നിന്ന് തിരിച്ച് ഉബൂതിലേക്കുള്ള യാത്രയാണിത്. ഇവിടുന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ 3 മണിക്കൂറോളം യാത്ര ചെയ്യേണ്ടി വരും. യാത്ര അങ്ങ് എത്തുന്നതിന് മുൻപായിട്ട് 1-2 പ്രോഗ്രാം നമ്മുടെ ഗുസ്തി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു 4-5 മണിയോട് കൂടി ഞങ്ങൾ ഉബൈദിലെത്തത്തുള്ളൂ. ഇത് ഞങ്ങളുടെ മടക്കയാത്രയാണ്. മടക്കയാത്രയിൽ കാണുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. വീണ്ടും ഇന്നലെ വന്ന റൂട്ടിലല്ല ഞങ്ങൾ ഇന്ന് പോകുന്നത്. ഇന്ന് തിരിച്ച് വേറെ റൂട്ടിലാണ്. വേറെ 1-2 കാഴ്ച കാണാനുണ്ട്. അതുകൊണ്ട് പുതിയ റൂട്ടിലൂടെയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഗുസ്തിയാണിത്. നമ്മൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരൻ തന്നെ ചെയ്തോളൂ. ഇങ്ങോട്ട് വരികയാണെങ്കിൽ, ഇങ്ങോട്ട് യാത്ര വരികയാണെങ്കിൽ നമ്മുടെ താമസ സൗകര്യവും ടിക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ഐറ്റിനറിയെ കുറിച്ചൊന്നും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. അതെല്ലാം സൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള ഐറ്റിനറിയൊക്കെ ഈ ഗുസ്തി തന്നെ തിരഞ്ഞെടുത്തോളും. അദ്ദേഹം തന്നെ എല്ലായിടത്തും കൊണ്ടുപോവുകയും ചെയ്യും. നമ്മളെല്ലാ കാര്യങ്ങളും കാണിപ്പിക്കുകയും ചെയ്യും. ഇതിന് പറ്റിയ ഒരാൾ ഇദ്ദേഹമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഇദ്ദേഹത്തിൻ്റെ ടെലിഫോൺ നമ്പർ കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. മലകളും ഏറ്റവും ഇറക്കമൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രതീതി നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. കിഴക്കൻ നാടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ധാരാളം കാണാൻ പറ്റും. കേരളത്തിൻ്റെ കിഴക്കൻ ജില്ലകളിൽ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ഈ ഭാഗങ്ങളിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള പ്രദേശങ്ങളൊക്കെ സാധാരണ കാണാവുന്നതേ ഉള്ളൂ. കാണാമെങ്കിലും ഇതുപോലുള്ള അമ്പലങ്ങളും കാര്യങ്ങളൊന്നും കാണത്തില്ല. അത് ഈ രാജ്യത്തിന് വേണ്ടി മാത്രം ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. ശബരിമലയ്ക്കും മറ്റു ഭാഗങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇതുപോലുള്ള സജ്ജീകരണങ്ങൾ നമുക്ക് അവിടെ നാട്ടിലും കാണാമല്ലോ. ഇടയ്ക്ക് നിർത്താനും റെസ്റ്റ് ചെയ്യാനും ശീതള പാനീയങ്ങളൊക്കെ കഴിച്ചിട്ട് വിശ്രമത്തിന് ശേഷം പോകാനുള്ള ഒരു വിശ്രമ കേന്ദ്രമായിട്ട് മാത്രമേ ഇത് കണക്കൂട്ടാം. ഇതുപോലുള്ള പോയിന്റുകളൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലുമുണ്ട്. അവിടെ മാത്രമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുരങ്ങന്മാരുടെ ഒരു കൂട്ടം. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും കുരങ്ങന്മാരുടെ സ്വഭാവമല്ല ഒന്ന് തന്നെയല്ലേ. ഞാൻ ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൂഫ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതായത് കുറഞ്ഞ ചിലവിൽ, ഒരു ബഡ്ജറ്റ് ചിലവിൽ നമുക്ക് ഒരു അന്യരാജ്യം എങ്ങനെ സന്ദർശിച്ചിട്ട് വരാം എന്നുള്ളതാണ്. അതിന് ആദ്യം ഞാൻ തിരഞ്ഞെടുത്തത് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്തോനേഷ്യയാണ്. അത് കാരണങ്ങൾ പലതുണ്ട്. ഒന്നാമത് വിസ ഓൺ അറൈവൽ. നമുക്ക് വിസയെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട. പാസ്പോർട്ടും കൊണ്ടും കയറിയാൽ മതി. എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ അവിടെ ഒരു വിസ പേയ്മെൻറ്റ് ഡെസ്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി $33, ഏകദേശം 3000 രൂപയുടെ താഴെ അതവിടെ പേ ചെയ്ത് കഴിഞ്ഞാൽ വിസ നമുക്ക് ഉടനെ തന്നെ 30 ദിവസത്തേക്കുള്ള വിസ നമുക്ക് അടിച്ച് നമ്മുടെ പാസ്പോർട്ടിൽ തരും. പിന്നെ അടുത്തത് നമുക്ക് വേണ്ടത് അക്കോമഡേഷനാണ്, താമസ സൗകര്യം. അത് ഞാൻ നേരത്തെ പലയിടത്തും പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് booking.com പോകാമെങ്കിൽ നമുക്ക് ഇഷ്ടാനുസരണം നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള ഹോട്ടൽ റൂമുകൾ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ധൃതിയൊന്നും വെക്കേണ്ട കാര്യമില്ല. ഇഷ്ടം പോലെ നോക്കിയെടുത്താൽ മതി. ഒരുപാട് അതിന് പറ്റിയ രീതിയിലുള്ള ഹോട്ടലും കാര്യങ്ങളും നമ്മുടെ ബഡ്ജറ്റ് തന്നെ ഉൾക്കൊള്ളിക്കത്തക്ക രീതിയിലുള്ള ഹോട്ടലുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഏതെങ്കിലും 2 പേര് കൂടി വരികയാണെങ്കിലും ചാർജ് ഒന്നും തന്നെ. കാരണം എവിടെ പോയാലും, നമ്മുടെ യൂറോപ്യൻ പോയാലും ശരി തന്നെ, ഈസ്റ്റ് ഏഷ്യ എവിടെയെങ്കിലും ലോകത്തിൻ്റെ മിക്കവാറും ഭാഗങ്ങളിലെല്ലാം ഉള്ളത് ഡബിൾ ബെഡ്റൂമാണ്. അതിപ്പോൾ സിംഗിൾ പേഴ്സൺ ആണെങ്കിലും ശരി തന്നെ ഡബിൾ ബെഡ്റൂം റൂമാണ് നമുക്ക് തരുന്നത്. ചാർജ് ഒന്ന് തന്നെ. ഇപ്പോൾ 2 പേരുണ്ടെങ്കിലും ചാർജ് ഒന്ന് തന്നെ. ചാർജ് പകുതിയായി തീരും എന്ന് മാത്രമേ ഉള്ളൂ. ഈ എവിടെ കൊണ്ടുപോകണം, നമുക്ക് ഇന്തോനേഷ്യയിൽ ബാലിയിൽ വരികയാണെങ്കിൽ ബാലിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ പോകണം എന്നുള്ള കാര്യങ്ങൾ നമ്മളെക്കാൾ കൂടുതൽ ടൂറിസ്റ്റുകളെ ദിവസവും കൊണ്ടുപോയി നല്ല പരിചയവും തഴക്കമുള്ള ഇദ്ദേഹത്തിന് അറിയാം. രാവിലെ 8 മണിക്ക് നമ്മുടെ താമസിക്കുന്ന ഹോട്ടലിൽ വന്ന് നമ്മളെ പിക്കപ്പ് ചെയ്യും. വൈകുന്നേരം 8 മണി വരെ. അതുവരെ ആരും നിൽക്കാറില്ല. സാധാരണ 6-7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ മതിയാക്കി റൂമിലേക്ക് പോകും. അതല്ല 8 മണി വരുമെങ്കിൽ 8 മണിക്ക് വരും. അവിടെ ഈ സമയത്തിനുള്ളിൽ നമുക്ക് എവിടെയൊക്കെ കൊണ്ടുപോയി കാണിക്കണം എന്നുള്ള പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടിലെല്ലാം ഈ മിസ്റ്റർ ഗുസ്തി തന്നെ നമ്മളെ കൊണ്ടുപോയിക്കോളും. നമ്മളൊന്നും അറിയണ്ട. പക്ഷേ ചെന്ന് വിടുന്ന സ്പോട്ടിലുള്ള എൻട്രൻസ് ഫീസ് നമ്മൾ കരുതിയിരിക്കണം. അത് സാധാരണ നിലയിലുള്ള എൻട്രൻസ് ഫീസൊക്കെ ഉള്ളു. അതുപോലുള്ള കത്തിവെക്കുന്ന എൻട്രൻസ് ഫീസ് ഒന്നും എവിടെയും ഞാൻ കണ്ടില്ല. ഇവിടുത്തെ കറൻസി എന്ന് പറയുമ്പോൾ ഇന്തോനേഷ്യൻ റുപ്പയ എന്ന് പറയും. ഇന്തോനേഷ്യ റുപ്പയ. നമുക്ക് റുപ്പീസ് എന്ന് പറയും. ഇന്ത്യയിൽ നമ്മൾ റുപ്പീസ് എന്ന് പറയും. ഇവിടെ റുപ്പയ. എക്സ്ചേഞ്ച് റേറ്റ് 200 രൂപയുടെ അടുത്ത് വരും. പൂർണ്ണമായിട്ട് അത്രയും വരുന്നില്ല. 1.9 തക്ക് നമുക്ക് എക്സാക്ട്ലി ആയിട്ട് വരുന്നുള്ളൂ. അതിൻ്റെ ഡോളറിൻ്റെ റേറ്റിൻ്റെ കയറ്റവർക്കനുസരിച്ച് ചിലപ്പോൾ 1-2 പൈസയോ അല്ലെങ്കിൽ അങ്ങോട്ടേക്കിട്ട് മാറാണ്ട കാര്യങ്ങൾ ഉള്ളൂ. ഇവിടുത്തെ കറൻസികളിൽ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ. അത് 1 ലക്ഷം നമ്മൾ പറയുന്നു, പക്ഷേ ഇവർ പറയുന്നത് 100 എന്ന് പറഞ്ഞാൽ 100,000. ഹോട്ടൽ അക്കോമഡേഷനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നമ്മുടെ നാട്ടിൽ നിന്നും കിട്ടത്തില്ല ഇതുപോലെയൊന്നും. ഞാൻ ഇന്ന് തന്നെ താമസിച്ച ഒരു ഉദാഹരണം ഞാൻ പറയാം. 85
85,000 ഇന്തോനേഷ്യൻ റുപ്പയാണ് ഇന്നത്തെ എൻ്റെ ചിലവ്. ഈ റൂമിന് ഞാൻ കൊടുക്കേണ്ടി വന്നത്. 2 പേർക്ക് താമസിക്കാം. 85,000 എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 450 രൂപ ആകുന്നില്ല. ഒറ്റയ്ക്കുള്ള ഈ യാത്രയിൽ, സോളോ യാത്രയിൽ എൻ്റെ മനസ്സിൽ കിടന്ന ചില ആഗ്രഹങ്ങളായിരുന്നു ഈ ഇന്തോനേഷ്യയുടെ ഉൾപ്രദേശങ്ങളിൽ കൂടെ യാത്ര ചെയ്യുക, അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിത രീതികളും ഒക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. അതിന് ഞാൻ കണ്ടുപിടിച്ച ഗൈഡാണ് ആദ്യമായിട്ട് എനിക്ക് നന്ദി പറയേണ്ടത്. ഒരു ലോക്കൽ ഗൈഡ് ആയത് കാരണം ആദ്യ ദിവസം 2ാമത്തെ ദിവസം എനിക്കൊരു വിവാഹത്തിന് പങ്കുകൊള്ളാൻ സാധിച്ചു. അവരുടെ വിവാഹത്തിന്റെ രീതികൾ അതെങ്ങനെയാണ് അവർ നടത്തുന്നത്, അതേപ്പറ്റി നമുക്ക് വിശദമായിട്ടൊരു കല്യാണ വീട്ടിൽ തന്നെ ഇദ്ദേഹം ഉണ്ടായിരുന്നത് കാരണം പെർമിഷൻ വാങ്ങിച്ചുകൊണ്ട് കയറാം, ആചാരങ്ങളെല്ലാം ഒന്ന് ചിത്രീകരിക്കാൻ സാധിക്കും. അതിനടുത്ത ദിവസം ഇന്നലെ ഒരു മരണ വീട്ടിൽ പോകണം എന്നുണ്ടായിരുന്നു. അവരുടെ മരണത്തിന് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവരൊക്കെ ഇതിൻ്റെ രീതികൾ ചെയ്യുന്നത്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നു. അതിനും ഈ ലോക്കലായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ആ വീട്ടിലും ചെന്ന് പെർമിഷൻ വാങ്ങിക്കാൻ പറ്റി, അവരെ കൊണ്ട് പെർമിഷൻ കിട്ടി, അതും ചിത്രീകരിക്കാൻ പറ്റി. പിന്നെ ഇവരുടെ ഹോസ്പിറ്റല്, ഇവരുടെ രീതികൾ, വിദ്യാഭ്യാസ രീതികൾ ഇതേപ്പറ്റി മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഒരു രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ ആ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത രീതി അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഇന്നുവരെ ചെയ്ത ഗ്രൂപ്പ് യാത്രയിലൊന്നും തന്നെ എനിക്കത് സാധിച്ചിട്ടില്ല. ഞങ്ങളുടെ യാത്രാമധ്യേ, അതായത് മലാമിൽ നിന്നും ഉബൂദിലേക്കുള്ള യാത്രാമധ്യേ ഒരു നല്ല സ്പോട്ട് കണ്ട് അതൊന്ന് ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള സാവകാശവും സാഹചര്യവും വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം. ഫോട്ടോ പോയിൻ്റായിട്ട് വെച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ പല സാധനങ്ങളിലും അവർ അറേഞ്ച് വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള, ടൂറിസ്റ്റുകൾക്ക് വന്ന് ഫോട്ടോ എടുക്കത്തക്ക രീതിയിലുള്ള പല കാര്യങ്ങളും ഇവരിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഒരു ചെറിയൊരു വിശ്രമ കേന്ദ്രമാണ്, ഒരു പോയിൻ്റാണ്. അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നമുക്ക് ആഹാര സാധനങ്ങൾ വേണമെങ്കിൽ ആഹാരം നമുക്ക് റെഡിയാക്കാം, കഴിക്കാം. അപ്പം ഞാൻ കണ്ടോ ഇവരുടെ ഈ രാജ്യത്തിൻ്റെ കണ്ടോ ഒരു ചെറിയ സ്പോട്ട് കിട്ടിയപ്പോഴത്തേക്ക് അത് അവർ യൂട്ടിലൈസ് ചെയ്യുന്നു. എങ്ങനെയുണ്ട് ഈ വ്യൂ? ഉദൂപ്പിൽ ഇതിപ്പോൾ അങ്ങനെയുണ്ട്, ഈ കൃഷി സ്ഥലം, നെൽകൃഷി ചെയ്യുന്ന സ്ഥലം. അവിടെ അവർ ടിക്കറ്റ് വെച്ചിട്ടാണ് അവിടെ അത് കാണിക്കുന്നത്. ഇവിടുത്തെ കോഴികളാണ് എല്ലായിടത്തും നിൽക്കുന്ന കോഴികളാണ്, എല്ലായിടത്തും ഉണ്ട് ഒരു കോഴികൾ. കോഴികളെ വളർത്തുന്ന സ്ഥലം അത്. ഇതാണ് ഇവിടുത്തെ രീതി, കൃഷിയെടുപ്പിൻ്റെ രീതിയാണിത്. ബാലി റൈസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കണ്ടില്ലേ, കതിരുകളെല്ലാം കൂട്ടി വെച്ചിരിക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിലാണ് ഇത് വെച്ച് മെതിയിരിക്കൽ മിഷൻ വഴി അല്ലേ ചെയ്യുന്നത്. ഇതൊരു പ്രത്യേക രീതിയിലാണ് ഇവിടുത്തെ ചെയ്യുന്നവർ. വിളവെടുക്കുന്ന രീതികൾ ഒരു പ്രത്യേക രീതിയിലാണ്. നെൽകൃഷിയുടെ ഏരിയ തന്നെ ബാലി റൈസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മികച്ച ബാലി റൈസ് ടെറസുകൾ മികച്ച ലാൻഡ്സ്കേപ്പുകൾ വാഗ്ദാനം ചെയ്യുന്നതാണ്. ഇത് മുഴുവനും നമുക്ക് വേണമെങ്കിൽ മെമ്മറി കാർഡുകളും അതിശയകരമായ സ്നാപ്പുകൾ കൊണ്ട് നിറയ്ക്കാൻ കഴിയുന്നതാണ്. പ്രാദേശിക ജീവിത രീതിയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്ന ദ്വീപിലേക്കുള്ള സന്ദർശനങ്ങളിൽ ഇവ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ്. ബാലിയിലെ നെൽക്കതിരുകൾ ജനങ്ങളുടെ പൈതൃകത്തിൻ്റെ ഭാഗമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സുബക് എന്ന പരമ്പരാഗത ജലസേചന സഹകരണ സംഘം പ്രകൃതിയുടെ അത്തരം കലാസൃഷ്ടികളിലൂടെയാണ് ജീവിക്കുന്നത്. ബാലിയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് യുനെസ്കോയുടെ ലോക സാംസ്കാരിക പ്രകൃതി ദൃശ്യങ്ങളുടെ പട്ടികയിൽ അംഗീകരിച്ച ഈ കാണുന്ന ജുദിലുഹാവ്. എന്നാൽ ഈ കാണുന്ന ജദുലുവിഹേനേക്കാൾ വളരെ ചെറിയ താഴ്വരയാണ് തഗല്ലാങ്ക്. എന്നാൽ അത് വളരെ ജനപ്രിയവും കൂടുതൽ ആക്സസ് ചെയ്യുന്നതുമാണ്. ഉബൂദിൽ നിന്നും മുകളിലേക്ക് യാത്ര ചെയ്താൽ മതിയാകും അതിമനോഹരമായ റോഡ് സൈഡിലെ നെൽവയൽ കാഴ്ചകൾ കാണാൻ വേണ്ടി. നമ്മുടെ ബാലി സന്ദർശന വേളയിൽ കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിയുമെങ്കിൽ മനോഹരമായ നെൽവയൽ കാഴ്ചകൾ വാഗ്ദാനം ചെയ്യുന്ന മറ്റ് നിരവധി സൈറ്റുകൾ ബാലിയിലുണ്ട്. ചിലത് പശ്ചാത്തലമായി ഗാംഭീര്യമുള്ള പർവ്വതങ്ങളെപ്പോലും അവതരിപ്പിക്കുന്നുണ്ട്. തുടർച്ചയായി നട്ടുപിടിപ്പിക്കുന്നതിനാൽ പച്ച നെൽപ്പാടങ്ങൾ കാണാൻ മികച്ച സീസൺ എന്നൊന്നില്ല. അവ വർഷം തോറും മുഴുവനും അതിശയകരമായി തന്നെ കാണുന്നു. പക്ഷേ ഞാൻ ഇവിടെ എത്തി ഈ കാഴ്ചകൾ ചിത്രീകരിക്കുന്നത് കൊയ്ത്ത് കഴിഞ്ഞ ഒരു സീസണിലാണ്. അത് കാരണം യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടേണ്ടുന്ന ആ പച്ചപ്പും ആ മനോഹാരിതയും നമുക്ക് കിട്ടുന്നില്ല. ഞങ്ങൾ ഈ സൈറ്റിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഗുസ്തി എനിക്കിന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇന്തോനേഷ്യയുടെ തനതായ ഗ്രാമീണ ഫുഡാണ്. ഈ കാണുന്നതാണ് അത്. അത് പല കമ്പും കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും രുചികരമായ രീതിയിൽ തന്നെ നമുക്കിത് ആസ്വദിക്കാൻ പറ്റും. ഇന്തോനേഷ്യയിൽ അടിയുറച്ച കൂട്ടുകുടുംബ സമ്പ്രദായമാണ് നിലനിൽക്കുന്നത്. അങ്ങനെ ഒരു കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്ന ഗുസ്തി ഇന്ന് അവരുടെ കൂട്ടുകുടുംബവും അവരുടെ കുടുംബത്തിലുള്ള ബാക്കിയുള്ള അംഗങ്ങളെയും സന്ദർശിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ പോകുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങളെല്ലാം അടുത്ത എപ്പിസോഡിൽ ഞാൻ വിശദമായിട്ട് കാണിക്കാം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഗ്രാമത്തിൽ മരണാനന്തര കർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോകുന്ന ഗ്രാമീണ ജനതയാണ്.
ഞാൻ സന്ദർശിച്ചിട്ടുള്ളതും ഇനി സന്ദർശിക്കാൻ പോകുന്നതുമായ രാജ്യങ്ങളുടെ കളർഫില്ലാത്ത നാട്ടുവിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഈ ചാനൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.